നീ ഫുഡ് കഴിച്ചോ? ആ കഴിച്ച്. നീ കഴിച്ചോ? ആ ഞാൻ കഴിച്ചു. അസൈൻമെന്റ്സ്. അങ്ങനെ അസൈൻമെന്റ് മാത്രം നിന്ന് നീ അങ്ങ് പോവാണോ? ഞാനൊരു കാര്യം പറയാം. ഇത് സ്റ്റാഫ് റൂമാ. ടീച്ചേഴ്സ് ഒക്കെ പെട്ടെന്ന് വരും. ടീച്ചേഴ്സിന്റെ കാര്യം നീ പേടിക്കണ്ട, അവരിപ്പോഴൊന്നും വരൂല. അർജുൻ എന്താ ഇത്? എന്താ ഇത്? നീയപ്പോ ഞാൻ ഒരു അനു, എന്താ നീ അർജുൻ സാർ ചെയ്യുന്നേ? നിനക്കെന്താ കണ്ണു കണ്ടൂടെ എന്താ ചെയ്യുന്നേന്ന്? നിനക്കെന്താ അതിന്? അർജുൻ സാർ എന്ത് ചെയ്താലും. അനു എന്താ ഇത്? അയ്യോ, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ, എന്താ കാര്യം? അർജുൻ സാർ എന്താ? ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. ഈ കണ്ട കാര്യം പുറത്ത് പറയാൻ നിൽക്കണ്ട. സാർ ഞാനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നറിയോ നിങ്ങൾക്ക്? എന്തിനാ വന്നേ? നീ കാര്യം പറ. എനിക്ക് നിങ്ങൾ ഇഷ്ടവാ. ഇങ്ങോട്ട് വന്നപ്പോ തൊട്ട് അത് പറയാൻ വേണ്ടി വന്നപ്പോഴാ ഈ കാഴ്ച കൊണ്ടേ. അയ്യോ, നിനക്ക് ഞാൻ പലതവണ വാണിങ് തന്നിട്ടുള്ളതാ അർജുൻ സാർ പിന്നാലെ നടക്കരുതെന്ന്. നീ വീണ്ടും എന്റെ കൈ ചൂടാക്കണ്ട നീ. അർജുൻ സാർ, എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി ഇവിടെ നിങ്ങൾ ഒഴിവാക്കണം. നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? നിന്റെ വായോണ്ട് ഇനി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ എന്റെ തനി സ്വഭാവം നീ കാണും. അയ്യോ, ഞാനൊരു കാര്യം പറയാം. ഞാൻ നിനക്ക് വേണ്ടിയോ അതോ ഈ ലോകത്തുള്ള ആർക്ക് വേണ്ടിയോ അത് ഈ ലോകത്ത് എന്തിനു വേണ്ടിയോ ഞാൻ അവളെ ഒഴിവാക്കൂല. അതും പറഞ്ഞ് ഇനി എൻ്റെ അടുത്തൊക്കെ വരണ്ട. ഇനി നീ അവളെ സ്വഭാവമല്ല അറിയില്ല, എൻ്റെ സ്വഭാവം നീ അറിയാം. അർജുൻ സാർ, എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും കേൾക്കും വേണ്ട. ഇപ്പൊ ഇവിടുന്ന് പോയിക്കോ. സാർ എന്നെ തിരിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ കണ്ട കാര്യം ഞാൻ ഈ സ്കൂൾ മൊത്തം അറിയിക്കും. നീ എന്തോ ചെയ്, ഐ ഡോണ്ട് കെയർ. സാർ, അയ്യോ, നിന്നോട് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞത് നീ കേട്ടോ? കേട്ടതല്ലേ? ഒക്കോ. അപ്പോ പ്രൊഫസറ് പറഞ്ഞത് ശരി തന്നെയാണോ? ഈ ലോകത്ത് എന്തിനു വേണ്ടി എന്നെ ഒഴിവാക്കൂലെന്ന് പറഞ്ഞത്? യെസ്, ഞാൻ സത്യം പറഞ്ഞതാ. നീ ഒരു സ്വപ്നത്തിലൂടെ എന്നെ കണ്ട് അത്രക്കും എന്നിൽ അഡിക്റ്റായി എന്നെ തെരഞ്ഞു പിടിച്ച് നിന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ഞാൻ ഇട്ടെറിഞ്ഞു പോണ സാധനം ഡയമണ്ട് ആവൂലേ? പിന്നെ നീ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ഞാൻ നിന്നിൽ അഡിക്റ്റായി പെണ്ണേ. നീയില്ലെങ്കിൽ ഞാനില്ല. ഇനി നിന്റെ ഒരു സ്ഥാനം അതിൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. നിന്റെ സ്ഥാനം ഞാൻ ആർക്കും കൊടുക്കില്ല. ഈ ക്ലാസ്സിലേക്ക് ചെല്ലും. ടീച്ചേഴ്സും സാർമാരൊക്കെ വരാനുള്ള ടൈമായി. ഓക്കെ. എന്തായിരുന്നു അവിടെ പണി രണ്ടിനും? ഒന്ന് പോടി, ഇനി ഓർമ്മിപ്പിക്കല്ലേ. എനിക്ക് നാണം വരിക. അയ്യേ, നാറ്റക്കേസ്. എന്തിനു നാറ്റക്കേസ്? ഞാൻ ചെക്കനല്ലേ കിസ് ചെയ്ത? അല്ല, ആരപ്പ പറയണത്? കഴിഞ്ഞ 5 വർഷം മുതല് കാണാൻ തുടങ്ങിയാണ് അന്ത്യം കാശിൻ്റെതും. എന്നിട്ടാ ഇപ്പൊ ഇന്റെ പറഞ്ഞ നാറ്റക്കേസെന്ന്? ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഇങ്ങനെ സീരിയസ് ആക്കല്ലൊന്നും. ഇനിയിപ്പോ പറഞ്ഞോ? അല്ലടി, അയ്യോ അങ്ങോട്ട് വരുന്ന ഞാൻ കണ്ടിരുന്നു സ്റ്റാഫ് റൂമിന്റെ അവിടേക്ക്. അവളങ്ങോട്ട് വന്നിട്ടൊന്നുമില്ലല്ലോ. പൊന്നു മോളെ, അയ്യോ നായിച്ചിന്റെ കാര്യം എന്നോട് പറയണ്ട. അവള് ഞങ്ങള് മിസ് ചെയ്തോണ്ടിരിക്കുമ്പോ ഡോറണ്ട് തുറന്നു. അവളത് കണ്ടപാടെ നെട്ടി പണ്ടാറടങ്ങിക്കണ്. എന്നിട്ടുള്ള എന്താ ഇത് എന്ന് പറഞ്ഞോണ്ട് ഓള് തുടങ്ങി. ഞാനും തുടങ്ങി. അർജുൻ സാറോട് പറയാം, അവള് എനിക്ക് വേണ്ടി അർജുൻ ഇവളൊന്ന് അനുവിനെ ഒഴിവാക്കുക, നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാണ്ട് മോന്തൊക്കെ കൊടുക്കല്ല വേണ്ടി. എന്റെ കയ്യപ്പ തരിച്ച് നിൽക്കുന്നൊന്നും കൊടുത്തിട്ടില്ല എന്ന് മാത്രം.
അത് കേട്ടപ്പാടെ അർജുന്റെ മാസ് ഡയലോഗ്. ലോകത്ത് ഒന്നിനു വേണ്ടിയിട്ട് ഞാൻ അവളെ ഒഴിവാക്കൂലാന്ന്. അത് കേട്ടപ്പോ അവളും പണ്ടാറടങ്ങി, ഞാനും പണ്ടാറടങ്ങി. എന്നിട്ട് അവള് പറയാ, എന്നെ തിരിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ സ്കൂള് മൊത്തം അറിയിക്കുന്നു. അപ്പൊ അർജുൻ സാറ് വേറെ ഡയലോഗ്, ഐ ഡോണ്ട് കെയർ. മോളെ രോമാഞ്ചം, നീ അപ്പൊ അവിടെ വാണേന്ന്. ഞാനാകെ തളർന്നില്ലാണ്ടായി സന്തോഷം കൊണ്ട്. അല്ലടി, ഇനി അവള് സ്കൂള് മൊത്തം പാട്ടാക്കോ പറഞ്ഞ മാതിരി? അവളങ്ങോട്ട് പാട്ടാക്കട്ടെ, എനിക്കിപ്പോ എന്താ. പാട്ടായാലും കവിത ആയാലും ഞങ്ങൾ വേർതിരിയില്ല, ഞങ്ങൾ ഒന്നാ രണ്ടാളും. അതെനിക്ക് വാക്ക് തന്നതാ മോളെ. അർജുന്റെ വാക്കില് എനിക്ക് നല്ല വിശ്വാസം. അത് ശരിയാ, അവന് പറഞ്ഞ വാക്കാണ്. പിന്നെ മുന്നോക്കില്ല പിന്നേക്കില്ല. വാക്ക് തന്ന അവനത് പാലിക്കും. എനിക്കത് കേട്ടാ മതി, വേറെ ഒന്നും കേൾക്കണമെന്നില്ല. അമ്മ, നീ എന്തിനാ സ്കൂളിൽ പോന്നെ? ഞാൻ പഠിക്കാൻ. എന്താ? പഠിക്കാൻ തന്നെയാണോ പോന്നെ? എന്താ അമ്മ? നീ എന്തിനാ അർച്ചനന്റെ വീട്ടിക്ക് പോന്നെ എന്നും? ഞാൻ പഠിക്കാൻ. എന്താ? നീ അതിന് തന്നെയാ പോന്നെ? പക്ഷെ ഞാൻ കേട്ടത് അതിനാന്നല്ലോ. നീയും അർജുനും തമ്മിൽ എന്താ ബന്ധം? അത് അമ്മയോട് ആരാ പറഞ്ഞേ? എന്നോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞോട്ടെ, നീ കാര്യം പറ. അമ്മ, നിന്നോട് ഞാൻ കാര്യം പറയാനാ പറഞ്ഞേ, കിടന്ന് മോങ്ങാനല്ല. അമ്മ, എനിക്ക് അർജുനില്ലാതെ പറ്റില്ല അമ്മ. ഞങ്ങളെ ബന്ധത്തിന് നിങ്ങൾ തടസ്സം നിൽക്കരുത് പ്ലീസ് അമ്മ. എന്ത്? അപ്പൊ ഞാൻ കേട്ടത് സത്യം തന്നെ അല്ലേ? എന്താ ഞാൻ ഈ കേൾക്കുന്നേ? നിനക്ക് എത്ര വയസ്സായി? അവനക്ക് എത്ര വയസ്സാ? അമ്മ പ്ലീസ് അമ്മ. നിന്നെയൊക്കെ വളർത്തി വഷളാക്കി വെച്ചത് എന്റെ തെറ്റ്. നിനക്ക് അച്ഛനില്ല എന്ന് കരുതി നിനക്ക് അച്ഛനില്ലാത്ത ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ നിനക്ക്? എന്റെ മോനെ കഷ്ടപ്പെട്ടിട്ട് ആ ചുട്ടു പൊള്ളുന്ന വെയിലത്ത് പണിയെടുത്ത് നിനക്കൊക്കെ പൈസ കൊണ്ടുവരുന്നു. എന്നിട്ട് നീ പഠിക്കാതെ കളിച്ചു നടന്നിട്ട് പ്രേമിച്ച് നടക്കവള്. നിന്നൊക്കെ സ്നേഹിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിന്നൊക്കെ ഞാൻ വിശ്വസിച്ചു പോയി. എന്റെ മോൾ അതിനൊന്നും പോവില്ലാന്ന് കരുതി ഞാന്. ഇനി നീയേ പഠിക്കാനും പോണ്ട, ഒന്നിനും പോണ്ട. നീ വീട്ടിലിരി. നീ പുറത്തിറങ്ങണ്ട. നിങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ ഇപ്പൊ ഇവിടെ അവസാനിപ്പിച്ചോ. നിന്റെ ഫോൺ ഇങ്ങോട്ട് തായോ. ഇനി നിനക്ക് ഇതും വേണ്ട. അമ്മക്കിത് പറഞ്ഞ മനസ്സിലാവൂല അമ്മ. എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റൂല അമ്മ. ഇനി നീ ഒന്നും പറയണ്ട, ആ ഫോൺ ഇങ്ങോട്ട് താ. എന്താ അവിടെ ഒരു കൂട്ടക്കരച്ചില്? അനു, എന്താടി പ്രശ്നം? ഏട്ടാ, അർജുനും ഞാനും തമ്മിലുള്ള ബന്ധം അമ്മ പിരിച്ചേട്ടാ. എനിക്ക് അർജുനില്ലാണ്ട് പറ്റില്ല ഏട്ടാ. എനിക്ക് അവനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ എടുക്കും. എനിക്ക് അവനെ വേണം. അമ്മയൊന്നും പറഞ്ഞ് മനസ്സിലാക്കേട്ട. അമ്മ ഫോൺ വാങ്ങിച്ചു വെച്ചു. മോളെ, നീ അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ അമ്മയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. എങ്ങനെയാ ഇത് പിടിച്ചേ? എനിക്കറിയില്ല. ഞാനും അർജുനും സ്റ്റാഫ് റൂമിലിരിക്കുന്നത് അയ്യോ വന്ന് കണ്ട്. അവൾക്ക് അർജുൻ സാറെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ സാറ് പറഞ്ഞ് ഞാൻ ഒഴിവാക്കൂല, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ്. അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞ് എന്നെ ഇഷ്ടപ്പെടില്ലെങ്കിൽ നിങ്ങളെ കാര്യം ഞാൻ ഈ സ്കൂൾ മൊത്തം പാട്ടാക്കുന്നേ. എങ്ങനെയാ അമ്മ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഏട്ടാ. എനിക്ക് ഏട്ടാ. നീ കരയല്ല അനു. അമ്മ കേട്ട ഷോക്കിൽ പറഞ്ഞതായിരിക്കും. നീ ഇത് അർജുനെ അറിയിച്ചോ? ഇല്ല ഏട്ടാ, ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മ ഫോൺ വാങ്ങിച്ചു വെച്ചു. നീ എൻ്റെ ഫോണിൽ വിളി. ഞാൻ അമ്മയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരാം. നീ കരയല്ലേ? ഓക്കെ.